Hi, welcome to yet another intraday market analysis video on Nifty and Bank Nifty. ഇവിടെ നമ്മൾ മാർക്കറ്റിനെ പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും അനലൈസ് ചെയ്യുന്നത്. നമ്മൾ ന്യൂസോ കമ്പനി റിസൾട്ട്സോ മറ്റു കാര്യങ്ങളോ ഒന്നും ചെക്ക് ചെയ്യില്ല. കാരണം ഇറ്റ് വുഡ് ഹാവ് ഓൾറെഡി റിഫ്ലക്റ്റഡ് ഇൻ ദി ചാർട്ട് വിച്ച് ആർ ക്രിയേറ്റഡ് ബൈ സ്മാർട്ട് മണി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ നമ്മൾ അവരുടെ ഫുട് പ്രിന്റ്സ് പ്രൈസും ഡേറ്റയും യൂസ് ചെയ്ത് മാത്രമായിരിക്കും റീഡ് ചെയ്യാൻ ശ്രമിക്കുക. സോ ഇന്നലത്തെ അനാലിസിസ് നമ്മൾ പറഞ്ഞു മാർക്കറ്റ് സൈഡ് വേസ് ടു ബുള്ളിഷ് ട്രെൻഡ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ഓൾസോ ഇതൊരു മേജർ റെസിസ്റ്റൻസ് ആയിരുന്നു. ആൻഡ് നിങ്ങൾക്ക് കാണാം മാർക്കറ്റ് രാവിലെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആയതിനു ശേഷം ഒരു ചെറിയ റെസിസ്റ്റൻസ് ആ പോയിന്റിൽ നിന്ന് എടുത്തിട്ട് ഇവൻച്വലി ഇതൊരു ഡബിൾ ബോട്ടം പാറ്റേൺ അടിച്ച് അത് ബ്രേക്ക് ആയിട്ട് നിൽക്കുകയാണ് കറന്റ്. സോ നിഫ്റ്റി റൈറ്റ് നൗ അറ്റ്ലീസ്റ്റ് ഒരു another 100 പോയിന്റ്സ് ഇവിടെ ഒരു 1 hour ടൈം ഫ്രെയിം നോക്കിക്കഴിഞ്ഞാൽ പ്രോബബ്ലി ഇതൊരു സ്ലാൻഡിങ് ആയിട്ടുള്ള ട്രെൻഡ് ലൈൻ ആണ്. സോ അണ്ടിൽ ഇവിടം വരെ എത്തുന്നത് വരെ മാർക്കറ്റിൽ മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇപ്പോഴും അപ്സൈഡിലേക്ക് നിഫ്റ്റിക്കുണ്ട്. ആൻഡ് ദെൻ ഇവിടെ നമുക്ക് ഒരു പ്രൈസ് ആക്ഷൻ നോക്കണം. ഇൻ കേസ് ഇവിടുന്ന് ഇത് ഡൗൺവേർഡ് ട്രെൻഡിങ് ചാനലായിട്ട് ഇവിടുന്ന് റിജക്ഷൻ അടിച്ചു കഴിഞ്ഞാൽ മേ ബി പ്രീവിയസ് ലോവും അതിനുശേഷം താഴോട്ടും ടെസ്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബട്ട് അൺടിൽ ആൻഡ് അൺലെസ് അത് ബ്രേക്ക് ആകുന്ന വരെ, അതായത് ഈ ഒരു പോയിന്റിൽ നമുക്കാണ് ഇവിടുന്നാണ് ബ്രേക്ക് ഡൗൺ ഹാപ്പൻ ചെയ്തത്. സോ ദാറ്റ് ഈസ് അറൌണ്ട് 19,525. സോ ആ ഒരു പോയിന്റ് വരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു അപ്സൈഡ് ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത്. സോ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു ലെവലുണ്ട്, അതായത് 43,600 റേഞ്ച്. ബാങ്ക് നിഫ്റ്റി രാവിലെ ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ആവുന്നു, 5 മിനിറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടുന്ന് റിജക്ഷൻ എടുക്കുന്നു. എക്സാക്ട്ലി എവിടെയാണോ റിജക്ഷൻ എടുത്തത് അവിടെ വന്നിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ റൈറ്റ് നോ ബാങ്ക് നിഫ്റ്റിയിൽ ഇൻ കേസ് ഇതിൻ്റെ മുകളിൽ നാളെ ഓപ്പൺ ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അപ്പ് മൂവിനുള്ള സാധ്യതയാണ് നമുക്ക് ചാർട്ടിൽ കാണാൻ പറ്റുന്നത്. ആൻഡ് ഫണി പാർട്ട് ഇസ് ബാങ്ക് നിഫ്റ്റിയിൽ 1 2 3 4 ഇത് ഓൾമോസ്റ്റ് ഒരു ഫോർത്ത് ക്യാൻഡിലാണ് ഓപ്പൺ ചെയ്ത് അവിടെ തന്നെ ക്ലോസ് ചെയ്യുന്നത്. പക്ഷെ ദെൻ ഈ ഒരു ക്യാൻഡിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനെ ഒരു ഇനീഷ്യൽ സെൽ ഓഫ് വന്നതിന് ശേഷം ടോപ്പിൽ നിന്ന് സെല്ലേഴ്സിനെ കാണാനായിട്ടില്ല. ഇതൊരു ഡ്രാഗൺ ഫ്ലൈ ഡോജിയാണ് ടെക്നിക്കൽ അനാലിസിസിൽ. സോ ഇതൊരു ഡൗൺ സൈഡിൽ പ്രീവിയസ് റെസിസ്റ്റൻസിനെ ഇപ്പോൾ സപ്പോർട്ടായിട്ട് മാറി അവിടെ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. സോ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമുക്കിനി ഈ ഒരു 43,800 ലെവൽസ് വരെയാണ് ഇനി എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ ഒരു 200 പോയിന്റ്സിന്റെ അപ്സൈഡും ബാങ്ക് നിഫ്റ്റിക്കും ഉണ്ട്. റൈറ്റ്, കാണാം ഇതിനകത്ത് ഒരു 200 പോയിന്റ്സിന്റെ അപ്സൈഡ് ഇൻ കേസ് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 200 പോയിന്റ്സിന്റെ അപ്സൈഡ് ബാങ്ക് നിഫ്റ്റിയിലും പോസിബിൾ ആണ്. ഇന്ന് ഫിൻനിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് ഫിൻനിഫ്റ്റിയുടെ അനാലിസിസിലേക്കും കൂടെ പോകാം. ഫിൻനിഫ്റ്റി ഇന്ന് എക്സ്പയറി വരുമ്പോൾ ഇന്ന് ഫിൻനിഫ്റ്റി ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന റേഞ്ച് എന്ന് പറയുന്നത് ഏകദേശം 500 to 600 റേഞ്ച് ആണ്. ബട്ട് 600 നമ്മൾ കോൾ സെല്ല് ചെയ്യുകയാണെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് മേ ബി കൺസോൾഡേറ്റ് ചെയ്ത് ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ 600 കോൾസ് എല്ലാം സ്പൈക്ക് ആവും. സോ ഇന്നത്തെ ട്രേഡ് പ്ലാൻ എന്ന് പറയുന്നത് ഐഡിയലി ഈ ഒരു സ്വിങ്ങിൻ്റെ ഒന്നും താഴെ വന്നില്ലെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു ഓൺലി സെൽ പുട്സ് അണ്ടിൽ ആൻഡ് അൺലെസ് നമുക്ക് ഇവിടം വരെ ഒരു നല്ല സ്പൈക്ക് കോൾ കിട്ടുകയാണെങ്കിൽ മാത്രമേ നിയർ ബൈ കോൾസ് എല്ലാം സെല് ചെയ്യാവുള്ളൂ. അതായത് 600 650 കോൾസ് എല്ലാം സെല് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ബെറ്റർ ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ലൈക്ക് ഈ ട്രെൻഡിനോടൊപ്പം തന്നെ പോകാനായിട്ടാണ്. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് താഴെ നിന്ന് കണക്ട് ചെയ്ത ഒരു ഡൗൺവേർഡ് സപ്പോർട്ട് എടുക്കുന്ന ഒരു ട്രെൻഡ് ലൈൻ ഉണ്ട്. സോ ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രീച്ച് ആകുകയോ അല്ലെങ്കിൽ നമുക്ക് ടോപ്പിൽ ഒരു എം പാറ്റേൺ കിട്ടുകയോ ചെയ്യാതെ ഈ ഒരു മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യുന്നത് അത്ര വൈസ് അല്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് ഡെയിലി ക്യാൻഡിൽ നോക്കിയാലും പ്രോപ്പർ ബുള്ളിഷ് ആയിട്ടുള്ള സൈൻസ് ആണ്. നമുക്ക് ഇവിടെ നിന്നൊരു അറ്റ്ലീസ്റ്റ് ഈവൻ 100 പോയിന്റ്സ് വരെ, കാരണം ഡെയിലിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോയിന്റിലേ ഉള്ളൂ റെസിസ്റ്റൻസ്. സോ ഫിൻനിഫ്റ്റി ലുക്സ് വെരി ബുള്ളിഷ്. നമുക്ക് അതർവൈസ് പ്രൈസ് ആക്ഷനിൽ കൺഫർമേഷൻ കിട്ടുന്നത് വരെ നമ്മൾ ബുള്ളിഷ് ട്രേഡ്സ് പ്രിഫർ ചെയ്യാം. ഓക്കെ, ആൻഡ് FIDA ഡേറ്റ നോക്കാം. ഇവിടെയും ഒരു ഷോർട്ട് ടേം ബുള്ളിഷ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ദേ ഹാവ് റൈറ്റ് നോ ഹാവ് മോർ നമ്പർ ഓഫ് ലൈക്ക് അറ്റ്ലീസ്റ്റ് intraday ലെവലിൽ മോർ നമ്പർ ഓഫ് പുട്ട് റിട്ടേൺ ദാൻ കോൾസ്. ദാറ്റ് മീൻസ് സ്ലൈറ്റ്ലി ബുള്ളിഷ് ആണ് മാർക്കറ്റ്. മാത്രമല്ല അവരുടെ ഈ കണ്ടല്ലേ 2 ദിവസമായിട്ട് സ്റ്റോക്ക് സെല്ലിങ്ങും കാര്യമായിട്ട് കാണാനില്ല. ഓൾസോ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ ഷോർട്ട് ചെയ്തിരുന്ന OI റിഡ്യൂസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ എവറിഥിങ് പോയിന്റ്സ് ടു എ സ്ലൈറ്റ് ബൗൺസ്.
അത് പിന്നെ അപ് ട്രെൻഡിലേക്ക് പ്രോപ്പറായിട്ട് കൺവേർട്ട് ആകുമോ ഇല്ലയോ എന്നത് 1 or 2 days കഴിയുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ. ബട്ട് ദെൻ ഷോർട്ട് ടേം മാർക്കറ്റ് ലുക്സ് ബുള്ളിഷ്. സോ ഇനി നമ്മൾ ഒരുപാട് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി റിസ്കി. യാ, സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു. ഹാവ് എ ഗുഡ് ഡേ.